ലിയോ 14 പാപ്പ ലെബനോൻ സന്ദർശിക്കുന്നതിൽ സന്തോഷമറിയിച്ചും പാപ്പയുടെ പ്രാർത്ഥനയും സാന്നിധ്യവും വാക്കുകളും രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനവും സഹകരണവും പുലരാൻ സാധ്യമാകുമെന്നും ലെബനോൻ ഉപപ്രധാനമന്ത്രി താരക് മിത്രി പറഞ്ഞു. നവംബർ 30 മുതൽ ഡിസംബർ 2 വരെ തീയതികളിലായി ലിയോ 14 പാപ്പ രാജ്യത്തെത്തുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാൻ മീഡിയയ്ക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് പാപ്പയുടെ വരവിനായി പ്രത്യാശയോടെയാണ് തങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. പാപ്പയുടെ യാത്രയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ഉപപ്രധാനമന്ത്രി 2020-ൽ ബെയ്റൂട്ട് പോർട്ടിൽ 218 പേരുടെ മരണത്തിനും 7000-ഓളം ആളുകൾക്ക് പരിക്കിനും കാരണമായ സ്ഫോടനം നടന്നയിടത്ത് പാപ്പയെത്തി പ്രാർത്ഥിക്കുന്നത് തങ്ങളുടെ മുറിവുകൾ സൗഖ്യപ്പെടുന്നതിനും സമാധാനപൂർണമായ സഹവാസം ഇനിയും സാധ്യമാണെന്ന പ്രത്യാശ വളർത്തുന്നതിനും ഉപകാരപ്രദമാകുമെന്ന് അഭിപ്രായപ്പെട്ടു. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് ഇപ്പുറവും ബെയ്റൂട്ട് പോർട്ട് ദുരന്തത്തിന് കാരണമായവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് അദ്ദേഹം വത്തിക്കാൻ മീഡിയയോട് പറഞ്ഞു. ലബനനിലെ നിരവധി സംഘർഷങ്ങൾക്കിടമായ സ്ഥലത്താണ് പാപ്പ എത്തുകയെന്ന് അറിയിച്ച ഉപപ്രധാനമന്ത്രി അവിടെ ലബനൻ കടന്നുപോയ യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും അനന്തരഫലങ്ങൾ അനുഭവിക്കുന്ന യുവജനങ്ങളെ പരിശുദ്ധ പിതാവ് കണ്ടുമുട്ടുമെന്നും സമാധാനത്തെക്കുറിച്ചുള്ള പാപ്പയുടെ വാക്കുകളാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നും വിശദീകരിച്ചു. വിവിധ മതവിഭാഗങ്ങളിലുള്ളവരാണെങ്കിലും ഇപ്പോഴും ലബനനിലെ ജനങ്ങൾ സമാന അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും സംവാദങ്ങളിൽ ഏർപ്പെടുന്നവരും സഹകരണ മനോഭാവത്തിൽ ജീവിക്കുന്നവരാണെന്ന് മെത്രി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലും പ്രശ്നങ്ങളെ ഉപയോഗിച്ച് തങ്ങളുടെ മതചിന്തകളും ഉത്ബോധനങ്ങളും വഴി സംഘർഷങ്ങളെ വളർത്തുന്ന ആളുകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം മതിയാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലബനനിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാംഗവും സഭയുടെ എക്യുമെനിക്കൽ കൗൺസിൽ അംഗവുമായ ഉപപ്രധാനമന്ത്രി താരക് മിത്രിക്ക് ഒക്ടോബർ 25-ന് ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നു. നവംബർ 27 മുതൽ 30 വരെ നീളുന്ന തുർക്കിയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷമാണ് പാപ്പ ലബനനിലെത്തുന്നത്.